ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സ്റ്റോറി ഓഫ് എപ്പിക് സെക്ഷനിലേക്ക്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഓഫ് എപ്പിക് സെക്ഷനിൽ മഹാഭാരതത്തിലെ ഏറ്റവും വീരോജ്വലമായ ഒരു കഥാപാത്രത്തിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഥാപാത്രത്തിൻ്റെ പേര് അഭിമന്യു. അപ്പോൾ പലപ്പോഴും മഹാഭാരതം വായിക്കും, മഹാഭാരതം ഓർമ്മിച്ചിരിക്കുന്ന 5 കഥാപാത്രങ്ങളിൽ പെട്ടെന്ന് ആരുടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ പേര് അഭിമന്യു ആയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. അഭിമന്യുവിൻ്റെ ഒരു വീരോജ്വലമായ പോരാട്ടം, മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്ത ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അഭിമന്യു ഒരു സ്റ്റാൻഡ് ഔട്ട് ഫിഗറായിട്ട് മഹാഭാരതത്തിൽ നിൽക്കുന്നത്. ഇനി ആരാണ് അഭിമന്യു, എന്താണ് അഭിമന്യുവിൻ്റെ ബാക്ക് ഡ്രോപ്പ്, അദ്ദേഹം ആ വാറിലേക്ക് വരാനുള്ള റീസൺ എന്താണ് അവിടെ സംഭവിച്ചത്, ആ കഥയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അർജുനന് സുഭദ്രയിൽ ഉണ്ടായ മകനാണ് അഭിമന്യു. അപ്പോൾ അഭിമന്യു വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദ്വാരകയിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം. അദ്ദേഹത്തിൻ്റെ ട്രെയിനേഴ്സ്, അഭിമന്യുവിനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഒന്ന് പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മകനാണ്. പിന്നെ ശ്രീകൃഷ്ണൻ, പിന്നെ ബലരാമൻ, അർജുനൻ. ഇങ്ങനെ മഹാഭാരതത്തിലെ വില്ലാളി വീരന്മാരായ 4 പേരാണ് ഈ അഭിമന്യുവിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അത് മഹാഭാരതത്തിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാളുടെ ട്രെയിനേഴ്സാണ് അയാളുടെ വാലറിനെ ഡിസൈഡ് ചെയ്യുന്നത് മഹാഭാരതത്തിൽ. ഇപ്പോൾ കർണൻ്റെ ആണെങ്കിൽ പരശുരാമൻ, ഭീഷ്മരുടെ ആണെങ്കിൽ പരശുരാമൻ, അർജുനൻ്റെ ആണെങ്കിൽ ദ്രോണർ, പിന്നെ ഭഗവാൻ മഹാദേവൻ അദ്ദേഹത്തിന് പാശുപതാസ്ത്രം കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ലീനിയേജ്, അങ്ങനെ വലിയ വലിയ ട്രെയിനേഴ്സ് ഉണ്ടാകുന്ന ആൾക്കാരാണ് മഹാഭാരതത്തിൽ ഏറ്റവും വലിയ വേരിയേഴ്സ്. മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ദൈവത്തിന് മുന്നേ വച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അങ്ങനെ അഭിമന്യു ഭയങ്കരമായ ട്രെയിനിങ് കൊണ്ടാണ് വളരുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ഈ അഭിമന്യു സുഭദ്ര പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അർജുനൻ തൻ്റെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സുഭദ്രയിലെടുത്ത് ഈ ഓരോ വ്യൂഹങ്ങളും എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് പറയുവാണ്. ഈ വ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവർ പെട്ടെന്ന് സോൾജേഴ്സ് ഒരു പ്രത്യേക ഫോർമേഷനിലോട്ടങ്ങ് മാറും. അതിന് സർപ്പവ്യൂഹമുണ്ട്, കൂർമ്മവ്യൂഹമുണ്ട്, എന്ന് ആമയുടെ ഷേപ്പിലോട്ട് മാറും, അല്ലെങ്കിൽ പാമ്പിൻ്റെ ഷേപ്പിലോട്ട് മാറും, പത്മവ്യൂഹം, ചക്രവ്യൂഹം, അങ്ങനെ പല ടൈപ്പ് വ്യൂഹങ്ങൾ ഈ മഹാഭാരതത്തിലുണ്ട്. അത് നമുക്ക് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ജോൺ വു ഡയറക്റ്റ് ചെയ്ത റെഡ് ക്ലിഫ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് മൂവിയുണ്ട്. ആ ചൈനീസ് മൂവിയിൽ ഈ സാധനം കാണിക്കുന്നുണ്ട്, ഈ സീക്വൻസ്. അത് ഈ ചൈനീസ് വാർലോഡ്സ് തമ്മിലുള്ള യുദ്ധമാണ്, പക്ഷേ അതിൽ ഈ കൂർമ്മ വ്യൂഹമൊക്കെ കാണിക്കുന്നുണ്ട്. അത് വ്യൂഹം എന്ന് പറഞ്ഞാൽ ഈ സോൾജേഴ്സ് പെട്ടെന്നൊരു ഫോർമേഷനിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവർ നടത്തുന്ന മൂവ്മെൻറ്റും അവർ മുന്നോട്ട് നടത്തുന്ന മൂവ്മെൻറ്റും ഒക്കെ ഈ എനിമിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഈസിലി. അതൊരു ട്രാപ്പ് പോലെയാണ്. അതിൻ്റെ അകത്ത് വരുന്ന എനിമി സോൾജേഴ്സ് അവർ ഈസി ആയിട്ട് കൊന്നുകളയും. അപ്പോൾ ഭയങ്കരമായ ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജിയാണിത്. അത് ഞാൻ വേറെ ഒരു സിനിമകളിലും ഇത്ര മനോഹരമായിട്ട് ഈ വ്യൂഹത്തിൻ്റെ ഫോർമേഷൻ ഫോം ചെയ്യുന്നത് കാണിച്ചില്ല. റെഡ് ക്ലിഫ്, അതാണ് സിനിമയുടെ പേര്. അപ്പോൾ നമുക്ക് തിരിച്ച് മഹാഭാരതത്തിലേക്ക് വരാം. അപ്പോൾ മഹാഭാരതത്തിൽ ഈ അർജുനൻ വന്നിട്ട് സുഭദ്രയിലെടുത്ത് പറയുകയാണ്, സുഭദ്ര ഇങ്ങനെയാണ് നമ്മൾ സർപ്പവ്യൂഹം ചെയ്യുന്നത്, ഇത് അതിൽ ബ്രേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കൂർമ്മവ്യൂഹം ബ്രേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്, അങ്ങനെ എല്ലാ വ്യൂഹങ്ങളും ബ്രേക്ക് ചെയ്യുന്ന പറ്റി പുള്ളി പറയുവാണ്. അങ്ങനെ അവസാനം പറയുന്നതാണ് ഈ ചക്രവ്യൂഹം. അപ്പോൾ ഈ ചക്രവ്യൂഹം ബ്രേക്ക് ചെയ്ത് പത്മവ്യൂഹം ഒന്നും പറയുന്നുണ്ട്. 2 ഇതാണ് പറയുന്നത്. ഒന്ന് ചക്രവ്യൂഹത്തിൽപ്പെട്ടാണ് അഭിമന്യു മരിക്കുന്നതെന്ന് പറയുന്നത്, പത്മവ്യൂഹത്തിൽപ്പെട്ടാണെന്ന് മരിക്കുന്നതെന്ന്. അപ്പോൾ ഈ വ്യൂഹം, പത്മം എന്ന് വെച്ചാൽ താമരയുടെ ഷേപ്പിലിരിക്കും, ചക്രം എന്ന് നമ്മളൊരു വീലിൻ്റെ ഷേപ്പിലിരിക്കുന്നതാണ്. അപ്പോൾ ഈ വ്യൂഹം ബ്രേക്ക് ചെയ്ത് അകത്ത് കയറാനുള്ളത് വരെ പറയുന്നത് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഭദ്ര കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സുഭദ്രയുടെ വയറ്റിലുണ്ടായിരുന്ന അഭിമന്യു ഇതെല്ലാം പഠിക്കുവാണ്, എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യാം, ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ പുള്ളി മനസ്സിലാക്കുവാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അർജുനൻ നോക്കിയപ്പോൾ സുഭദ്ര ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അർജുനൻ ഈ പുറത്തേക്ക് വരുന്നത്, അതായത് ഈ ചക്രവ്യൂഹത്തിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതിൽ എങ്ങനെ പുറത്തേക്ക് വരാം എന്ന് പറയുന്ന ഭാഗം അർജുനൻ നോക്കിയപ്പോൾ സുഭദ്ര ഉറങ്ങിപ്പോയി. അപ്പോൾ അർജുനൻ പക്ഷേ എന്നാൽ ഉറങ്ങിക്കോട്ടെ, ഇന്ന് നാളെ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വിട്ടു. അപ്പോൾ അഭിമന്യു അകത്തേക്ക് കയറുന്നത് വരെ പഠിച്ചു, പക്ഷേ പുറത്തേക്ക് വരുന്നത് പഠിച്ചിട്ടില്ല. അങ്ങനെ പിന്നീട് അഭിമന്യു ജനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രദ്യുമ്നൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, അർജുനൻ, അങ്ങനെ എല്ലാ വില്ലാളി വീരന്മാരും അദ്ദേഹത്തിന് ട്രെയിൻ ചെയ്യണം. ഇന്ദ്രൻ്റെ ഗ്രാൻഡ് സൺ ആണല്ലോ, ഇന്ദ്രൻ്റെ മകനാണ് അർജുനൻ്റെ മകനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാലർ അഭിമന്യുവിൻ്റെ ക്യാരക്ടറിനുണ്ട്. അങ്ങനെ യുദ്ധം നടന്നിട്ട് 10 നാൾ ഭീഷ്മരാണ്. 11ാം നാൾ ഭീഷ്മ പിതാമഹൻ യുദ്ധത്തിൽ അദ്ദേഹം ശരശയ്യയിലോട്ട് പോവുകയാണ്. പിന്നീട് ദ്രോണരാവുകയാണ്.
അങ്ങനെ ദ്രോണരുടെ ആദ്യത്തെ ദിവസത്തെ ഫൈറ്റേ കണ്ടപ്പോൾ ദുര്യോധന അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദുര്യോധന വേറെന്ന് അന്ന് രാത്രി ദ്രോണരെടുത്ത് വന്നിട്ട് ഭയങ്കരമായി ദ്രോണർ പറയുകയാണ്, നിങ്ങൾ എന്താണ് യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ കൗരവർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ പാണ്ഡവർ നിങ്ങളുടെ ശിഷ്യന്മാരാണ്, അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ദുര്യോധനൻ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സംസാരത്തിൽ ഈവൻ ദുര്യോധനൻ്റെ അടുത്ത കൂട്ടുകാരനായ അശ്വത്ഥാത്മാവ് പോലും ദുര്യോധനുമായിട്ട് ഒരു വഴക്കിലേർപ്പെടുന്നു, തൻ്റെ അച്ഛനെ അങ്ങനെ പറയുന്നതുകൊണ്ട്. അങ്ങനെ ഇത് കണ്ട് ഭയങ്കര ദേഷ്യം കയറിയ പിറ്റേ ദ്രോണർ തൊട്ടടുത്ത ദിവസം 13ാമത്തെ ദിവസം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കൗരവ ആർമി വെച്ചിട്ട് ചക്രവ്യൂഹം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഈ ചക്രവ്യൂഹം ഉണ്ടാക്കുമ്പോൾ ഇത് മഹാഭാരതത്തിൽ പറയുന്ന ചക്രവ്യൂഹം ഉണ്ടാക്കിയിട്ട് പാണ്ഡവാസിനെ വെല്ലുവിളിച്ചു എന്നൊക്കെയാണ്. ഈ വെല്ലുവിളിക്കുക എന്നുള്ള സംഭവമല്ല ശരിക്കും നടക്കുന്നത്. ഈ ചക്രവ്യൂഹം ഉണ്ടാക്കിയിട്ട് ഈ ആർമി മൂവ് ചെയ്യുമ്പോൾ ബേസിക്കലി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർമി സോൾജേഴ്സിനെ അവർ വകവരുത്തും. അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല ഒരുപാട് നേരം. അപ്പോൾ ഈ ദ്രോണർ നയിക്കുന്ന ചക്രവ്യൂഹം മുന്നോട്ട് പോകുന്നു, ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഉടനെ ഇത് പൊളിക്കാനറിയാവുന്ന 2 ആൾക്കാരേ ഉള്ളൂ പാണ്ഡവരുടെ കൂട്ടത്തിൽ. ഒന്ന് അർജുനനാണ്. അപ്പോൾ അർജുനൻ വേറൊരു സ്ഥലത്ത് വേറൊരു ഗ്രൂപ്പുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അർജുനനെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ട അർജുനൻ്റെ കടമയാണ്. പിന്നെ അറിയാവുന്ന അഭിമന്യുവിനാണ്. അപ്പോൾ യുധിഷ്ഠിരൻ നേരെ അഭിമന്യുവിനെ വിളിക്കുന്നു. അപ്പോൾ അഭിമന്യുവിന് 16 വയസ്സ് പ്രായമേ ഉള്ളൂ. അഭിമന്യു വിളിച്ചു പറയുന്നു, അല്ലയോ അഭിമന്യു, നമുക്കിന്നും നിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നീ ഇതുപോലെ ചക്രവ്യൂഹം വെച്ചിട്ട് കൗരവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കത് ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അഭിമന്യു പറയുന്നു, ചക്രവ്യൂഹം ബ്രേക്ക് ചെയ്യാൻ എനിക്ക് അകത്ത് പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷേ എനിക്ക് കുറച്ച് സപ്പോർട്ട് വേണ്ടി വരും, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും കൂടെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഭീമസേനൻ വരും, ബാക്കിയുള്ള നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറയും. അങ്ങനെ ഈ അഭിമന്യു അദ്ദേഹത്തിൻ്റെ പിന്നെ രഥവും കൊണ്ട് പോവുകയാണ്. അങ്ങനെ രഥം കൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ രഥം നയിക്കുന്ന പുള്ളി ഈ റൈഡർ പിന്നെ അഭിമന്യുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ലേ അഭിമന്യു, ഇത് മഹാനായ ദ്രോണാചാര്യർ ഉണ്ടാക്കിയ ഒരു വ്യൂഹമാണ്, അതിൻ്റെ അകത്ത് വില്ലാളി വീരനായ കർണനുണ്ട്, ദുര്യോധനനുണ്ട്, പിന്നെ കൃപരുണ്ട്, കൃതവർമാവുണ്ട്, കൗരവസേനയിലുള്ള എല്ലാ വില്ലാളി വീരന്മാരും അതിൻ്റെ അകത്തുണ്ട്, ഇത് നമ്മൾ കൊണ്ടുപോയി തല വയ്ക്കണോ, ഇത് പ്രശ്നമാവൂലേ എന്ന് അദ്ദേഹം അഭിമന്യുവോട് ചോദിക്കുന്നു. അപ്പോൾ അഭിമന്യു ഈ എന്താ പറയുക, ഈ ഫ്രഷറിനെ പോലെയാണ്, കുറച്ച് എനർജിയൊക്കെ കൂടിയ ആശാനാണ്. പുള്ളി പറയുന്നത്, ഞാൻ ഇന്ദ്രനെ പോലും യുദ്ധം ചെയ്യുന്ന ആളാണ്, എന്തിന് സാക്ഷാൽ മഹാദേവനെ പോലും യുദ്ധം ചെയ്യാൻ എനിക്ക് യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ്, ഇവരൊക്കെ എനിക്ക് എന്താണ്, നീ ധൈര്യമായി മുന്നോട്ട് രഥം വിട് എന്നൊക്കെ പറയും. മനസ്സോടെ ഈ രഥം വലിക്കുന്ന ആൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങ് ഭയങ്കരമായ യുദ്ധം നടക്കുന്നു. പിന്നെ ഈ വ്യൂഹം ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ വ്യൂഹം ബ്രേക്ക് ചെയ്യുന്നൊരു പ്രത്യേക രീതിയിൽ ഫൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ വ്യൂഹം ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. ജസ്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് അമ്പയച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ വാൾ കൊണ്ട് യുദ്ധം ചെയ്തൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു എൻട്രി പോയിൻ്റ് ഉണ്ട്. ആ എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിൻ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെസ്റ്റ് എക്സാമ്പിൾ റെഡ് ക്ലിഫ് എന്ന് പറയുന്ന പടം കണ്ടാൽ മതി. അങ്ങനെ ഒരുപാട് ഫോറത്തിലൊന്നും വന്നിട്ടുള്ള സിനിമയല്ല, നിങ്ങളത് ആ സിനിമ കണ്ടുപോകുക. അതിൻ്റെ അകത്ത് ഈ സംഭവം എങ്ങനെ ബ്രേക്ക് ചെയ്യാം അതിൻ്റെ ഒരു പോയിൻ്റ് എല്ലാം അതിൽ പറയുന്നുണ്ട്. അങ്ങനെ അഭിമന്യു ബ്രേക്ക് ചെയ്ത് അകത്തോട്ട് കയറുവാണ്. ഈ അകത്തോട്ട് കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, തൊട്ട് പുറകെ തന്നെ ഭീമസേനന് നേരത്തെ യുധിഷ്ഠിരൻ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും വരുന്നുണ്ട് അഭിമന്യുവിൻ്റെ ഹെൽപ്പിനായിട്ട്. പക്ഷേ ഈ അകത്തോട്ട് കയറി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ബാക്കിലത്തെ പിന്നെ ഈ സോൾജേഴ്സിൻ്റെ കവറേജ് അങ്ങ് അടയും. അപ്പോൾ അവിടെ ഈ ജയദ്രഥനുണ്ട്, അതായത് ദുര്യോധനൻ്റെ സഹോദരിയായ ദുശ്ശളയെ വിവാഹം ചെയ്തേക്കുന്ന ആളാണ് ജയദ്രഥൻ. ഈ ജയദ്രഥൻ പിന്നെ റോഡൻ പിന്നെ ആ വേ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയും ഭീമസേനന് മറ്റുള്ളവർക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. കാരണം അവർക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്ത് അകത്തോട്ട് വരണമെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ അഭിമന്യു ഒറ്റയ്ക്ക് നിൽക്കുവാണ്. ഈ അഭിമന്യു അതിൻ്റെ അകത്ത് ഭയങ്കരമായ യുദ്ധമാണ്. ഭയങ്കരമായ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പുള്ളി ഫുൾ വാലറിൽ ഫൈറ്റ് ചെയ്യുവാണ്. ഫൈറ്റ് ചെയ്യുമ്പോൾ ദുശാസനൻ്റെ മകൻ, ബാക്കിയുള്ള ശല്യരുടെ ബ്രദർ, അങ്ങനെ ഈ കൗരവ പിന്നെ സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാരെ അദ്ദേഹം വധിക്കുന്നു. കൂട്ടത്തിൽ അദ്ദേഹം ദുര്യോധനൻ്റെ മകനായ ലക്ഷ്മണനെയും വധിക്കുന്നു. അവിടെയാണ് സിറ്റുവേഷൻ തിരിയുന്നത്. ലക്ഷ്മണൻ്റെ മരണം കണ്ട ദുര്യോധനൻ ഉടനെ തന്നെ കൗരവരുടെ സൈഡിലുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരടുത്തും പറയുകയാണ്, എല്ലാവരും അഭിമന്യുവിനെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ അത് യുദ്ധ നിയമങ്ങൾക്കെതിരാണ്. പ്രധാനമായും 1 എന്നുള്ള 1:1 ഫൈറ്റല്ല. ഇപ്പോൾ അർജുനൻ ഭീഷ്മരെടുത്ത് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അർജുനനും ഭീഷ്മരുമാണ് ഫൈറ്റർ. അതിനിടയിൽ വേറൊരാളൊന്നും ഭീഷ്മരെടുത്ത് ഫൈറ്റ് ചെയ്യില്ല.
അങ്ങനെ പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നൊരു ഇത് പിന്നെ അത് യുദ്ധനീതിക്ക് എതിരാണ്. അങ്ങനെ ഒരു പ്രവണത ഇല്ല. പക്ഷേ ദുര്യോധനൻ പറഞ്ഞു എല്ലാവരും അഭിമന്യുവിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു. എല്ലാ ആൾക്കാരും അഭിമന്യുവിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അഭിമന്യുവിൻ്റെ രഥം താഴെ വീഴുന്നു. അപ്പോൾ അതേ രഥത്തിൻ്റെ ചക്രമൊക്കെ എടുത്ത് യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൗരവർ വളരെ ശക്തിക്ക് എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ചുറ്റും നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ പാടാണല്ലോ. അങ്ങനെ വളരെ വീരോജ്വലമായി പോരാടി അവസാനം പിന്നെ അഭിമന്യു മരിച്ച് വീഴുകയാണ്. അഭിമന്യുവിനെ മരിച്ചു വീഴുമ്പോൾ അദ്ദേഹത്തിനെ പിന്നെ ഈ മരിച്ചു വീഴുന്ന അഭിമന്യുവിനെ ചവിട്ടുകയോ പിന്നെ ചവിട്ടി മരണത്തിലേക്ക് നയിക്കുകയോ എന്ന് പറയുന്ന ജയദ്രഥനെയാണ് പിന്നീട് അർജുനൻ വധിക്കുന്നത്. അത് പിന്നെ എന്താ സോളാർ എക്ലിപ്സ് ഉണ്ടാക്കി വധിക്കുന്ന ഒരു കഥയാണ്. അതിലോട്ട് പോകുന്നില്ല. അങ്ങനെയാണ് അഭിമന്യു ആ പത്മവ്യൂഹത്തിൻ്റെ ചക്രവ്യൂഹത്തിൻ്റെ അകത്ത് അദ്ദേഹം മരിച്ചു വീഴുന്നത്. ഈ മഹാഭാരതത്തിൽ ഇത്രമേൽ വീരോജ്വലമായ ഒരു ഫൈറ്റർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഒന്ന് രണ്ട് ഈ മഹാഭാരതത്തിൽ ഓരോ കഥയും നമ്മളോട് പറയുന്ന കുറച്ച് ലെസൺസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അഭിമന്യുവിൻ്റെ കഥയിൽ പറയുന്നത് ഒന്ന് രണ്ട് ലെസൺസ് ഉണ്ട്. ശരിക്കും നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഈ നമ്മളൊരു ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കാര്യത്തിനെ പറ്റി കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കുക. നമുക്കൊരു എന്താ പറയുക, നമ്മൾ കൃത്യമായ അറിവും ധാരണയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യത്തിനെ പറ്റി ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യാവൂ. നമ്മൾ എടുത്തു ചാടി ചെയ്യാൻ പറ്റും. അഭിമന്യു എടുത്തു ചാടിയാണ് ഞാനിത് ഇത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പുതിയ ആൾക്കാർ വരും. ഒരു ടീമിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ പുതിയ ആൾക്കാർ വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആ പുതിയ ആൾക്കാരെ ഏൽപ്പിക്കരുത്. എത്ര വലിയ കഴിവുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആളായാലും ശരി, ആ പുതിയ ആൾക്കാർക്ക് പ്രായത്തിൻ്റെ ഒരു പക്വത എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. എത്ര അറിവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ മെച്യൂരിറ്റി, പക്വത എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. പക്ഷേ യുധിഷ്ഠിരൻ അത് മനസ്സിലാക്കിയില്ല. യുധിഷ്ഠിരൻ അത് മനസ്സിലാക്കാതെയാണ് 16 വയസ്സുകാരനായ അഭിമന്യുവിനെ ആ 8-10 ആൾക്കാരുള്ള ചക്രവ്യൂഹത്തിൻ്റെ അകത്തോട്ട്, 8-10 വലിയ ഫൈറ്റേഴ്സുള്ള ചക്രവ്യൂഹത്തിൻ്റെ അകത്തോട്ട് പറഞ്ഞു വിട്ടത്. ഇതൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ പലപ്പോഴും പല കഥകളും വായിക്കുമ്പോഴും അതിൻ്റെ പുറകിലുള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളെപ്പോഴും ഒരു ടീമിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരാൾ വരുവാണ്, അയാൾ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പഠിച്ചൊരു പയ്യനാണ്, പക്ഷേ അവന് വലിയ പ്രായമൊന്നുമില്ല, അവൻ ജസ്റ്റ് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ലേഡിയാണ്, അവർ ജസ്റ്റ് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് അവർക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് പിന്നെ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് ടാസ്ക് കൊടുത്ത് അവർക്ക് ആ പക്വത വന്നതിന് ശേഷം വലിയ വലിയ ടാസ്കുകൾ കൊടുക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു ഒരു പാഠമായി നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഓക്കെ എന്താണ് ഇത് നമ്മളെ എൻ്റെ ഒരു സ്ട്രാറ്റജി. ഞാൻ ഇതിൻ്റെ അകത്തായി പോയി കഴിഞ്ഞാൽ പുറകെ നിന്ന് വരുന്ന ആൾക്കാർക്ക് വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മാർഗം, എന്താണ് എൻ്റെ പ്ലാൻ ബി എന്ന് നമ്മളെപ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. പിന്നെ ഒരു പൊടിക്ക് അഭിമന്യു ആ രഥം ഓടിക്കുന്ന ആളടുത്ത് പറയുന്നത് ഒരു പൊടിക്ക് അഹങ്കാരം അഭിമന്യുണ്ട്. അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല, തൻ്റെ കഴിവിലുള്ള വിശ്വാസം ഒരു പൊടിക്കുണ്ടായിരുന്നു. അത് നല്ലതാണ്. എപ്പോഴും ആ പിന്നെ എന്താ പറയുക, തൻ്റെ കഴിവിൽ തന്നെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ താനാണ് വലുത് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി എന്നാണ്. നമ്മൾ ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാ കളിയിലും സെഞ്ചുറി അടിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനുമില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും കാര്യങ്ങളെ അപഗ്രഥനം ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ടോട്ടൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ എത്ര വലിയ ആൾക്കാരായാലും പക്വത ഉണ്ടോ എന്ന് നോക്കി ഡിസിഷൻസ് സിറ്റുവേഷൻസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ അഭിമന്യുവിൻ്റെ കഥയിൽ നിന്നുള്ള പാഠം. എന്തായാലും ഗംഭീരമായ ഒരു സ്റ്റോറി ലൈനാണ് അഭിമന്യുവിന്. അഭിമന്യുവിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചന്ദ്രദേവൻ സോമദേവൻ്റെ മകനായ വച്രസ് പിന്നെ ദേവന്മാരുടെ ആവശ്യപ്രകാരം ഭൂമിയിൽ ജനിക്കുകയും 16 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകണമെന്നുള്ളതുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് അഭിമന്യുവിൻ്റെ പിറവി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്. അത് ഭൂമിയിലുള്ള ഈവിളായിട്ടുള്ള ആൾക്കാരെ കൊല്ലാനായിട്ട് ഭൂമിയിൽ വന്ന് പിറക്കുന്ന ആളാണ്. പക്ഷേ സോമദേവൻ പറയും, എനിക്ക് ഒരുപാട് നാളൊന്നും അങ്ങനെ പിരിയാൻ പറ്റില്ല, 16 വർഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ എല്ലാവരും എഗ്രി ചെയ്ത് 16 വർഷത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന അഭിമന്യു എന്നുള്ള ഒരു സൈഡ് ലൈൻ സ്റ്റോറിയും കൂടെ അഭിമന്യുവിൻ്റെ കഥയ്ക്കുണ്ട്.
അപ്പോൾ സ്റ്റോറി ഓഫ് ദി എപ്പിക്സിൽ ഇന്ന് വന്ന അഭിമന്യുവിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിക് സ്റ്റോറിയുമായി വരുന്നതായിരിക്കും.